ക്യാമ്പ് ഇതെന്ത് ക്രൂര അടിക്കണ ഒരു തവളേനെ കാണിച്ചത് കണ്ട പട്ടാപ്പകല്. ഇത് ഫ്രെഡി ഷെഫ് മേടിച്ചിട്ടുള്ള ആനയാണ്. എന്താ വില? അപ്പൊ ഇതിനടുത്ത പൂരത്തിന് എഴുന്നള്ളിക്കല്ലേ ഗൈസ്? എത്രക്ക് വിടും? പേരെന്താ ആനര? അങ്ങനൊന്നുമില്ല, ആർക്കും എന്ത് വേണമെങ്കിലും വിളിക്കാം. തെറി വിളിക്കാം. തനിനാടൻ ദില്ലീവ്സ് എങ്ങനെയുണ്ട്? പച്ചമാങ്ങ നല്ല. അപ്പൊ ദില്ലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പറയണേ. ചില്ലിയോടെ അരച്ചിട്ട് ആ കോക്ടെയില് ഏത് മദ്യ ഏതോ ഒഴിക്കാ? നമ്മള് മറ്റേ സോഡ സർബത്തോ അല്ലെങ്കിൽ മറ്റേ വോഡ്ക്കയോ മറ്റേ ഇതല്ലേ ആൽക്കഹോളിക് വിരോധികളാണല്ലോ. സ്പ്രൈറ്റോ നോൺ ആൽക്കഹോളിക് വിരോധി. കോള, ഫിസ്, അങ്ങനത്തെ ലഹരി ഇല്ലാത്ത വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പൊ നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഡാം കണ്ടു കഴിഞ്ഞ് നമ്മള് പോവാണ് ഗൈസ്. അപ്പൊ ഗൈസ് നമ്മള് ഡാമിലെത്തിയേക്കാണ്. ഞാൻ അവളേനെ അടിച്ചു കളഞ്ഞത് ഓർമ്മയില്ലേ ഗൈസ്? അപ്പോ 8ാം സ്ഥലം അതാ ബേസിൽ ഷെഫ് വീണ്ടും മൂത്രം വയ്ക്കുന്നു. ആരും കാണാണ്ട് പോയി വയ്ക്കുക ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം. 8 കാലത്ത് തൊട്ട് കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ് ആ മതില് തല്ലി നിർത്താൻ. എല്ലാ ഫോട്ടോ ഞാൻ എടുത്ത് തരണല്ലേ? അപ്പൊ ഞാൻ ഒന്നിലും പെടില്ലല്ലോ. എടുക്കട്ടെ? 4 നാടൻ ഇറച്ചി ചോറാണ്. അപ്പൊ ഇവിടെ നിന്ന് വന്ന് ഫുഡ് കഴിക്കാൻ നമ്മള്. ഗൈസ് നല്ല കോട ഇറങ്ങിയിട്ടുള്ള അന്തരീക്ഷമാണ്. കോട മഞ്ഞ് നല്ല കോടയാണ് ഗൈസ്. 32ാമത്തെ ഹെയർ പിന്നാണ്. അടിച്ചാ പറ്റാന്നറിയില്ല. ഉളിഹാനം ഒന്നും കാണാനില്ല ഇവിടെ. അപ്പൊ ഗൈസ് നല്ല കോടയാണ്. നമ്മള് പുറത്ത് വെറുതെ നടക്കാറിങ്ങിയൊക്കെയാണ്. 32ാമത്തെ ഹെയർ പിന്നില് കോടയാണ് ഒരുവിധം. പിന്നെ നമ്മള് ടോപ്പിലേക്ക് പോവും. കാറെടുത്തിട്ട് പോരും. ബേസിൽ ഷെഫൊക്കെ ഇങ്ങനെ നടന്നുണ്ട്. ഫുൾ കോട 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 കോട
ഗൈസ് അപ്പൊ കോട ഫുൾ കോടയാണ്. മുന്നിലേക്കുള്ളതൊന്നും കണ്ണ് കാണാനില്ല. ആ ലേശം കാണാം, ഇച്ചിരീശം കാണാല്ലേ. അന്നെന്റെ കരളിൽ ഒരു കൂടൊരുക്കില്ലേ, നീലമിഴിക്കൂടുകളിൽ കവിത ചൊല്ലില്ലേ, അന്നും നോവുകളിൽ നോവുണരുമ്പോ പാഞ്ഞങ്ങ് പോവരുതേ വാർമഴവില്ലേ, മല്ലിക്കപ്പൂ മണക്കും മാർഗഴിക്കാറ്റ്, നീ വരുമ്പോൾ എൻ്റെ ഉള്ളിൽ തേൻകുയിൽ കാറ്റ്, വെള്ളിക്കൊലുസിട്ട കാലൊച്ച കേൾക്കാൻ കാത്തിരിക്കും എൻ്റെ ഹൃദയം, നിനക്കു മാത്രം നിനക്കു മാത്രമാ. അപ്പോൾ ഗൈസ് നമ്മൾ ടീ കുടിക്കാൻ നിർത്തിയേക്കാണ്. ഇവിടെയാണ് ഓർഡർ ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വ്യൂ പോയിന്റിൽ നിൽക്കാണ്. 20 ഹെയർ പിന്ന് കയറി. ഒമ്പതാം സ്ഥലം ബേസിൽ ജംപ്. ഗൈസ് നമ്മൾ അലിബാബ ആൻഡ് 41 ഡിഷസിലാണ് കയറിയിട്ടുള്ളത്. ബേസിൽ ഷെഫും അവരൊക്കെ മുമ്പ് കയറി പോയിട്ടുണ്ട്. ഗൈസ് നമ്മൾ തീറ്റയ്ക്ക് വന്നേക്കാണ്. അലിബാബ ആൻഡ് 41 ഡിഷസിൽ കയറ്റിയേക്കാണ്. എല്ലാവരും വെയിറ്റിങ്ങില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആ ഇവരാരും കഴിക്കണില്ലെങ്കിൽ ബില്ല് മൊത്തം ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുഡ് വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഫുഡ് വന്നിട്ട് കാണിക്കാം. വെച്ചിട്ട് പെയിന്റ് ജ്യൂസി. എങ്ങനെയുണ്ട് ഗൈസ്? കൊള്ളാം. മയണൈസിന്റെ ഷർട്ട് തന്നുണ്ട്. നമുക്ക് മിൻചെണ്ണി തന്നില്ല. വയ്യേ ഇതിപ്പോ പ്രോൺസ് ഫിഷ് എല്ലാം ഒരുമിച്ചാണ്. ബ്രെഡൊക്കെ ഉണ്ടായിരുന്നു. പൊളി സാധനമാണ്. കൊള്ളാം, കുഴപ്പമില്ല. നമ്മളൊരു പൈസ ഉണ്ടാക്കാൻ കേട്ടോ. ഇനിയുണ്ട് പ്രമാദമായിരിക്കും. ഞാൻ പറഞ്ഞല്ല ഗോൾഡൻ സക്കർ. കരിഞ്ഞ സക്കർ.